കാലിൻ്റെ വണ്ണക്കടിക്കുമായിരുന്നു. അടിക്കുമായിരുന്നു. മകളാണോ അടിക്കുന്നത്? ഇതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല. ഒരു സ്വന്തം മകളാണ് അമ്മ ഇങ്ങനെ ഇട്ടിട്ട് പോയത്. മലവും മൂത്രവും ഒക്കെ ആയിട്ട് ദേഹം മുഴുവനും മുഴുവരിച്ച വല്ലാത്ത അവസ്ഥ. 11 ദിവസത്തോളം ആഹാരമില്ല കിടന്നു. മകളിലുള്ള വീടേ ഉള്ളൂ. അപ്പോൾ ഇവരിവിടെ കിടന്നുകൊണ്ട് വിളിച്ചു പോയപ്പോഴാണ് ഇവളില്ലാന്നറിഞ്ഞത്. ഞാൻ പറഞ്ഞു, രശ്മി ഇവിടെ വരണം, നാളെ ആളുകളൊക്കെ വരുന്നുണ്ട്, നിങ്ങളുടെ അമ്മയുടെ അവസ്ഥ വല്ലാത്തയാന്ന് പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു, അമ്മയ്ക്ക് അതല്ല ചേച്ചി വരണ്ടേന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് 2 മക്കളുണ്ടല്ലോ, അവരുടെ കൂടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അവിടെ കൂടെ പോയില്ല. അപ്പൊ ഇത്രയും വൃത്തിയാക്കിയത് ഞങ്ങൾ എല്ലാവരും കൂടെ ഇടപെട്ട് ഇത്രയും ചെയ്തതുകൊണ്ട്, അല്ലാതെ ഇതിനകത്ത് കയറാൻ പറ്റത്തില്ലായിരുന്നു. മക്കൾക്കും മരുമക്കൾക്കും ഇല്ലാത്തത് എണ്ണ ഒന്നും നാട്ടുകാർക്ക് വേണ്ടെന്നാ എനിക്ക് വോയിസ് ഇട്ടത് ഇതിനകത്ത് കിടപ്പുണ്ട്. തന്നെ എണ്ണീറ്റ് പോയി ഒന്നും ചെയ്യാൻ വയ്യാത്തത് എങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും? ഇതിനൊക്കെ പൂട്ടിയിട്ടേച്ച് പോകാന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ അമ്മയെ ഇപ്പോൾ ഒരു 2-3 മാസമായിട്ട് സ്ട്രോക്ക് വന്നതാണ്. സ്ട്രോക്ക് വന്ന് കിടപ്പ് രോഗി, നമ്മുടെ പാലിയേറ്റീവ് പേഷ്യൻ്റാണ്. അപ്പം നമ്മുടെ മോളാണ് നോക്കിക്കൊണ്ടിരുന്നത്. മോളിപ്പോൾ ഒരു 3-4 മാസം കൊണ്ട് പിന്നെ വന്നിട്ട് അവരെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അങ്ങ് പോകും. 3-4 ദിവസം കൂടുമ്പോഴേ പിന്നെ വരുള്ളൂ. അങ്ങനെയൊക്കെ വന്ന് പോയിക്കൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ മാസം തീർത്തും അങ്ങ് പോയി. പക്ഷേ നമ്മൾ അറിഞ്ഞില്ലായിരുന്നു ഇങ്ങനെ പോയെന്നുള്ളതായിരുന്നു നമ്മൾ അറിഞ്ഞില്ല. എങ്ങനെയോ പിന്നെ ഞങ്ങൾ ഇവിടെ അയൽവക്കത്തുള്ളവർ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വന്ന് നോക്കി. ഇപ്പോൾ ഒരു 28-29 ദിവസമുള്ള 2 മക്കളുണ്ട്. മോനും ഉണ്ട്, മോളും ഉണ്ട്. മോൻ മലപ്പുറത്തോ മറ്റോ ആണെന്ന് പറയുന്നു. മോനുമായിട്ട് ഞാൻ അന്ന് ബന്ധപ്പെട്ടു. അപ്പോൾ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഒരാഴ്ച ഒന്ന് ക്ഷമിക്ക്, ഞാൻ 8ാമത്തെ ദിവസം ആംബുലൻസും കൊണ്ടുവന്ന് അമ്മയെ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷേ അയാൾ വന്നില്ല. പിന്നെ ഞങ്ങൾ ഇങ്ങനെ അയൽക്കാരും ഞങ്ങളെയൊക്കെ കൂടെയാണ് നിരന്തരം ആഹാരം കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നതും അവരെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നതും ഒക്കെ. 11 ദിവസത്തോളം ആഹാരമില്ല കിടന്നു. ഇല്ല, ഒന്നുമില്ല. നമ്മുടെ മകളിലുള്ള വീടേ ഉള്ളൂ. അപ്പോൾ ഇവരിവിടെ കിടന്നുകൊണ്ട് വിളിച്ചു പോയപ്പോഴാണ് ഇവളില്ലാന്നറിഞ്ഞത്. ഇവളുണ്ട്, നമ്മൾ വിളിക്കുമ്പോഴല്ലേ ഇവളിവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് വിളിച്ചു പോയി. ആഹാരം ഇല്ലാഞ്ഞിട്ട് വിളിച്ചു പോയി. മോനെ മെനഞ്ഞാന്ന് ഞങ്ങൾ വിളിച്ചായിരുന്നു. അപ്പം മോൻ പറയുന്നത് മോൻ വന്ന് കൊണ്ടുപോയിക്കോളാം എന്നൊക്കെയാണ് പറയുന്നത്. ഇനി ഒരാഴ്ചയും കൂടെ ക്ഷമിക്കുമെന്നാണ് പറയുന്നത്. മോനെ കഴിഞ്ഞ മാസം അതിൻ്റെ അങ്ങേ മാസമൊക്കെ ഞാൻ ബന്ധപ്പെട്ടതാണ്. മോൻ പറയുന്നത് മോൻ എന്തോ അസുഖമാണെന്നൊക്കെയാണ് മോൻ പറയുന്നത്. പക്ഷേ ഇതുവരെ മോൻ വന്നിട്ടില്ല. അത് കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ അമ്മ അവിടെ കിടന്ന് മരണപ്പെടും. കുളിപ്പിക്കുന്നതിനോ വൃത്തിയാക്കുന്നതിനോ ഇപ്പം നാട്ടുകാരാണ് ഈ 2 ദിവസം കുളിപ്പിച്ചത്. നാട്ടിലുള്ള ഒരുപാട്, കാരണം ആ അമ്മ എന്ന് പറയുന്നത് നാട്ടുകാർക്ക് വളരെ വേണ്ടപ്പെട്ട സ്ത്രീ ആയിരുന്നു. എല്ലാവർക്കും സ്നേഹവും സഹകരണവും ഉള്ള ആളായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും നല്ല സ്നേഹത്തോടെയാണ് പ്രവർത്തിച്ചിരുന്നത്. ഒരാഴ്ചയായിട്ട് ഫുഡൊന്നും കഴിക്കുന്നില്ല, വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവരുടെ ആരോഗ്യനിലയും വളരെ മോശമാണ്. വൃത്തിഹീനമായ അവസ്ഥയിലുമായിരുന്നു. ആരും നോക്കാനില്ല. ആ ഒരു അവസ്ഥയിൽ നമ്മളിവിടെ വന്ന് വിസിറ്റ് നടത്തിയിട്ട് അവരുടെ അവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു റിപ്പോർട്ട് നമ്മൾ കളക്ടർക്ക് സബ്മിറ്റ് ചെയ്യുകയുണ്ടായിട്ട് കളക്ടറാണ് സാമൂഹ്യനീതി വകുപ്പിലേക്ക് നീക്കിയിട്ട് അവിടെ അടിയന്തരമായിട്ട് ഇവർക്ക് ഷെൽട്ടറും അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന ചികിത്സയും ഉറപ്പാക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായി സാമൂഹ്യനീതി വകുപ്പും അതേപോലെ ഞങ്ങളും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റും, ഞാൻ വനിതാ ശിശു വികസന വകുപ്പിലാണ് പ്രവർത്തിക്കുന്നത്, വനിതാ സംരക്ഷണ ഓഫീസറാണ്. ഞങ്ങളും കലയപുരം ആശ്രയിലെ ജോസ് സാറിനെ വിളിക്കുകയും സാറ് സന്തോഷപൂർവ്വം ഏറ്റെടുക്കാമെന്ന് സമ്മതിക്കുകയും ആ ഒരു നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ജോസ് സാറിനെ പോയി കണ്ടു. ജോസ് സാറ് ആംബുലൻസും നഴ്സസും ഒക്കെ ആയിട്ട് വന്നു ഈ അമ്മയെ ഏറ്റെടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ മക്കൾ ഇവരെ സംരക്ഷിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, അപ്പോൾ RDOയ്ക്ക് പരാതിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ RDOയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ RDO മക്കളെയൊക്കെ വിളിച്ച് സംസാരിച്ചിട്ട് അവർ നന്നായി സംരക്ഷിക്കുകയാണെങ്കിൽ മാത്രം അവർക്ക് വിട്ടുകൊടുക്കുന്നതായിരിക്കും. അവരുടെ സംരക്ഷണം നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. RDO കോടതി വഴി നിയമ നടപടികൾ മക്കൾക്കെതിരെ സ്വീകരിക്കാനുള്ള അങ്ങനെ ചെയ്യണമെന്നാണ് കളക്ടറുടെ നിർദ്ദേശം. നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റാത്ത രീതി വൃത്തിഹീനമായിരുന്നു. കാരണം അമ്മയ്ക്ക് സ്വന്തമായിട്ട് ഒരു സാധനം എടുത്ത് കഴിക്കാനോ അല്ലെ വസ്ത്രം മാറുന്നതിനോ അല്ലെ ശുചിയാവുന്നതിനോ ഒന്നും കഴിയുന്നില്ല. കാരണം ബാത്റൂമിലൊന്നും പോകാൻ ഒറ്റയ്ക്ക് എഴുന്നേക്കാൻ കഴിയില്ല. ഭക്ഷണം കഴിക്കുന്നത് തന്നെ ഒറ്റയ്ക്ക് പാടാണ്. അപ്പോൾ കൂടെ ഒരാൾ സഹായത്തിനില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ അയലത്തുകാരെല്ലാം സഹായിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫുഡ് കൊണ്ട് കൊടുക്കും. അമ്മയ്ക്ക് അതാണ് വലിയ കാര്യം. പക്ഷെ ആ ഫുഡ് കഴിച്ചിട്ട് ഇത്ര വൃത്തിഹീനമായ അവസ്ഥയിൽ കിടക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കുളിപ്പിക്കുന്നതിനോ വൃത്തിയാക്കുന്നതിനോ ഇപ്പം നാട്ടുകാരാണ് ഈ 2 ദിവസം കുളിപ്പിച്ചത്. നാട്ടിലുള്ള ഒരുപാട്, കാരണം ആ അമ്മ എന്ന് പറയുന്നത് നാട്ടുകാർക്ക് വളരെ വേണ്ടപ്പെട്ട സ്ത്രീ ആയിരുന്നു. എല്ലാവർക്കും സ്നേഹവും സഹകരണവും ഉള്ള ആളായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും നല്ല സ്നേഹത്തോടെയാണ് പ്രവർത്തിച്ചിരുന്നത്.
ഇതിനൊപ്പം നമുക്ക് വാർഡ് മെമ്പറെ എടുത്ത് പറയണം. വാർഡ് മെമ്പർ ഇവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു, വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. നമ്മളത് നേരിട്ട് കണ്ടതുമാണ്. നാട്ടുകാരാണ് കണ്ടുപിടിച്ചില്ലേ ഒരാഴ്ചയല്ല 10 ദിവസമായിട്ട് പൂട്ടിയിട്ടിരുന്നതാണ്. അത് കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ അമ്മ അവിടെ കിടന്ന് മരണപ്പെടും. ചവറ നടന്നതിൽ ഞങ്ങൾ ഇടപെട്ടിരുന്നു. ഇപ്പോൾ നമ്മൾ പറയുമ്പം എല്ലാവരും ഇടപെടുന്നുണ്ടെങ്കിൽ അവർക്ക് നീതി കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പം ഞാൻ അവിടെ ആ ഒരു കേസിലും കളക്ടറുടെ പ്രത്യേക നിർദ്ദേശമായിരുന്നു ആ അമ്മമാരെ സംരക്ഷിക്കണമെന്നുള്ളത്. അതുപ്രകാരമാണ് നമ്മൾ അവിടെ ഉടനെ എത്തിയിരുന്നു. അപ്പോൾ അവരുടെ ഡൊമസ്റ്റിക് ഇൻസിഡൻറ്റ് റിപ്പോർട്ട്, അവിടുത്തെ റിപ്പോർട്ട് തയ്യാറാക്കി കോടതിക്ക് സമർപ്പിച്ചു. ഒരു വക്കീലിനെ വെച്ചിരുന്നു. അതുവഴി കോടതി ഉത്തരവ് തന്നിട്ടുണ്ട്. ആ സ്ത്രീയിൽ നിന്നോ അല്ലെങ്കിൽ ആരിൽ നിന്നോ ആ അമ്മയ്ക്ക് ഒരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ലെന്നുള്ള പ്രൊട്ടക്ഷൻ ഓർഡറും കിട്ടിയിട്ടുണ്ട്. മകനെ വിളിച്ചിരുന്നു. മകൻ പറഞ്ഞു എനിക്ക് വയ്യ, സുഖമില്ല, അതുകൊണ്ട് ഇവിടേക്ക് വരാൻ കഴിയില്ല എന്ന്. മകനെ വിളിച്ചിരുന്നു. പക്ഷേ മകളെ വിളിക്കുമ്പോൾ ഫോൺ കിട്ടുന്നില്ല, അവരെടുക്കുന്നുണ്ടായില്ല. അവരെക്കുറിച്ചൊരു എല്ലാവരും വിളിച്ചിരുന്നെന്ന് പറഞ്ഞു. മകള് ഫോൺ എടുക്കുന്നില്ല. മകളാണ് നാട്ടിലുള്ളത്, മകൻ മലപ്പുറത്താണ്. എനിക്ക് വരാൻ കഴിയില്ല, വേണമെങ്കിൽ ഒരു ഹോം നഴ്സിനെ വെക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഹോം നഴ്സിനെ വെക്കുന്നത് സുരക്ഷിതമല്ലാന്ന് തോന്നി. കാരണം 25 വയസ്സോളം പ്രായമുള്ള ഒരു ചെറിയ പെൺകുട്ടി, ഇത് ഒരു ഒറ്റപ്പെട്ട സ്ഥലവും ഒരു ഒറ്റപ്പെട്ട വീടാണ്. അതും ആ അമ്മയെ നോക്കുമെന്ന് നമുക്ക് ആ സ്ത്രീയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായില്ല. അപ്പോൾ കൂടെ 1-2 ആൾക്കാരും കൂടെ വന്നിരുന്നു. അപ്പോൾ അതൊരു ശരിയായ രീതിയല്ലാന്ന് തോന്നിയതുകൊണ്ടാണ് മകൻ ഇവിടെ വന്ന് അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുകയാണെങ്കിൽ ആശ്രയ അവരെ വിട്ടുകൊടുക്കും. ഞാൻ ഇവിടുത്തെ അംഗൻവാടി ടീച്ചറാ, പോരാതെ നമ്മുടെ വാർഡിന്റെ CDS മെമ്പറും കൂടെ. എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ടിട്ട് അങ്ങ് പോവോ, ഒരാഴ്ച 2 ദിവസം 10 ദിവസം കഴിയുമ്പോഴാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഒരു 10 ദിവസം ഇങ്ങനെ അടച്ചിട്ടിരുന്നത് അറിഞ്ഞുകൊണ്ട് നമ്മുടെ സാമൂഹ്യക്ഷേമ വകുപ്പിലൊക്കെ നമ്മൾ കംപ്ലൈൻറ്റ് കൊടുത്തു. അങ്ങനെ അവിടെ നിന്നൊക്കെ ആളുകൾ വന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഹെൽത്തിൽ നിന്ന് ആളുകൾ വന്നു. ഒരുപാട് പേര് നമ്മൾ നിരന്തരം ഇപ്പോൾ ഒരു മാസമായിട്ട് ഈ അമ്മയുടെ സംരക്ഷണമായിട്ട് നിരന്തരം നമ്മുടെ വാർഡ് മെമ്പർ, ഈ കുടുംബശ്രീ പ്രവർത്തകർ, ആശാ വർക്കർ, അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവരുമായിട്ട് ബന്ധപ്പെട്ടു. സ്ഥിരമായിട്ട് എന്നെ വിളിക്കുകയും എല്ലാ കാര്യങ്ങളും പറയുകയും ചെയ്യുമായിരുന്നു. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നമ്മൾ ഹെൽത്തിൽ നിന്ന് എല്ലാവരും വരും, രശ്മി ഇവിടെ വരണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ വരാൻ ചേച്ചി, എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞ ആൾ ചൊവ്വാഴ്ച ദിവസം ഫോൺ ഓഫാക്കി അങ്ങ് വെച്ചു. ഞാൻ പറഞ്ഞു രശ്മി ഇവിടെ വരണം, നാളെ ആളുകളൊക്കെ വരുന്നുണ്ട്, നിങ്ങളുടെ അമ്മയുടെ അവസ്ഥ വല്ലാത്തയാന്ന് പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു അമ്മയ്ക്ക് അതല്ല ചേച്ചി വരണ്ടേന്ന് എന്നോട് പറഞ്ഞേ. എന്നിട്ട് മരുമകൻ അയച്ച മെസ്സേജ് ഇതിനകത്ത് കിടപ്പുണ്ട്. അവർക്ക് മക്കൾക്കും മരുമക്കൾക്കും ഇല്ലാത്തത് എണ്ണ ഒന്നും നാട്ടുകാർക്ക് വേണ്ടെന്നാ എനിക്ക് വോയിസ് ഇട്ടത് ഇതിനകത്ത് കിടപ്പുണ്ട്. സ്വന്തം മകൾ ഒരമ്മ പറ്റത് കിടപ്പാണെന്നുള്ള അറിയില്ലായിരുന്നു. കാരണം മെഡിക്കൽ കോളേജിൽ ഞാൻ കൂടെ ഉണ്ടായിരുന്നു, പുനലൂരുണ്ടായിരുന്നു. അല്ല, ഈ ചേച്ചി വിളിച്ചു പറയുമ്പോഴേ അറിയുന്നത്, ഇപ്പോൾ ഇവിടെ സംസാരിച്ച ഈ വീട്ടിലെ ചേച്ചി. അപ്പോൾ ഞാൻ ഉടനെ തന്നെ ഇവിടെ വന്നു. ഇന്നലെ ഞാനും എൻ്റെ ഭാര്യയും കൂടെ വന്നു, ചോറെല്ലാം വാരി കൊടുത്ത് എല്ലാം റെഡിയാക്കി. വളരെ മോശമില്ല, പിന്നെ ഇത് സംഭവിക്കില്ലല്ലോ. ഇല്ലെങ്കിൽ ഇത് സംഭവിക്കില്ലല്ലോ. നല്ല സ്വഭാവമാണെങ്കിൽ ചേച്ചി മുതലുണ്ടല്ലോ. ഇത് തന്നെ എണ്ണീറ്റ് പോയി ഒന്നും ചെയ്യാൻ വയ്യാത്തത് എങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും? ഇതിനെയൊക്കെ പൂട്ടിയിട്ടേച്ച് പോകാമെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? മക്കൾക്കും മരുമക്കൾക്കും ഇല്ലാത്തത് എണ്ണ ഒന്നും നാട്ടുകാർക്ക് വേണ്ടെന്നാ എനിക്ക് വോയിസ് ഇട്ടത് ഇതിനകത്ത് കിടപ്പുണ്ട്. അമ്മയുടെ കാര്യം തിരക്കുന്നതിന് ഞാൻ അവരെ വിളിച്ച് ഇങ്ങോട്ട് വരണം എന്ന്, രശ്മി ഇവിടെ വന്നാൽ രശ്മിയുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കണമെന്നാണ് അവർ പറയുന്നത്, പുള്ളിക്കാരൻ പറയുന്നത്. ചവറ നടന്നതിൽ ഞങ്ങൾ ഇടപെട്ടിരുന്നു. ഇപ്പോൾ നമ്മൾ പറയുമ്പം എല്ലാവരും ഇടപെടുന്നുണ്ടെങ്കിൽ അവർക്ക് നീതി കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പം ഞാൻ അവിടെ ആ ഒരു കേസിലും കളക്ടറുടെ പ്രത്യേക നിർദ്ദേശമായിരുന്നു ആ അമ്മമാരെ സംരക്ഷിക്കണമെന്നുള്ളത്. അതുപ്രകാരമാണ് നമ്മൾ അവിടെ ഉടനെ എത്തിയിരുന്നു. അപ്പോൾ അവരുടെ ഡൊമസ്റ്റിക് ഇൻസിഡൻറ്റ് റിപ്പോർട്ട്, അവിടുത്തെ റിപ്പോർട്ട് തയ്യാറാക്കി കോടതിക്ക് സമർപ്പിച്ചു. ഒരു വക്കീലിനെ വെച്ചിരുന്നു. അതുവഴി കോടതി ഉത്തരവ് തന്നിട്ടുണ്ട്. ആ സ്ത്രീയിൽ നിന്നോ അല്ലെങ്കിൽ ആരിൽ നിന്നോ ആ അമ്മയ്ക്ക് ഒരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ലെന്നുള്ള പ്രൊട്ടക്ഷൻ ഓർഡറും കിട്ടിയിട്ടുണ്ട്. ആ അമ്മയ്ക്ക് അവർ ജാമ്യം എടുത്തെങ്കിലും അവരിപ്പോൾ ആ വീട്ടിലല്ലല്ലോ. പക്ഷെ അവർ ആ വീട്ടിൽ വന്നാൽ പോലും അവർ യാതൊരു കാരണവശാലും അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ പാടില്ല. ആ വീട്ടിൽ അവർക്ക് എല്ലായിടത്തും സഞ്ചരിക്കണമെന്നും അതുപോലെ തന്നെ ആ അമ്മയ്ക്ക് പിന്നെ പ്രൊട്ടക്ഷനും ആരിൽ നിന്നും ഉപദ്രവം ഉണ്ടാകരുതെന്നുള്ള കോടതി ഉത്തരവും നിലനിൽക്കുന്നുണ്ട്. അത് അറിയത്തില്ല. പോലീസ് പറഞ്ഞത് അവരുടെ മാതാപിതാക്കളുടെ കയ്യിലാണ് കുട്ടികൾ ഇപ്പോഴും. ഇവർക്ക് ഇങ്ങനെ ഒരു കേസ് ഉള്ളത് കൊണ്ട് അന്ന് അവരെ അറസ്റ്റ് ചെയ്ത സമയത്ത് കുട്ടികളെ അവരുടെ മാതാപിതാക്കളുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്.